ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കുക, ഏത് ഉന്നതനാണെങ്കിലും നിയമ നടപടി സ്വീകരിക്കുക. അതാണല്ലോ ഗവൺമെന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ സർക്കാർ സ്ത്രീപക്ഷ നിയമ നടപടികൾ എടുത്തതുകൊണ്ടാണോ രഞ്ജിത്ത് അറസ്റ്റ് ആയത്? പക്ഷെ ഇവിടെ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണോ, ഈ സമയത്ത് ഇത്തരമൊരു സംഗതി നടക്കുമ്പോൾ കാരവന്റെ പുറത്ത് കാവലായിട്ട് നിന്നത് മറ്റൊരു സ്ത്രീ ആയിരുന്നു എന്നുള്ള കാര്യം വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. പീഡനക്കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ രഞ്ജിത്ത് ഉള്ളത്. യുവനടിയുടെ പരാതി, ആ പരാതിയിൽ പറയുന്നത് ലൊക്കേഷനിൽ വെച്ച്, സിനിമാ ലൊക്കേഷനിൽ രഞ്ജിത്ത് പുതുതായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് തനിക്ക് നേരെ പീഡന ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് പരാതി. ഈ പരാതി DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും SITക്കും ഈ യുവനടി ആ പരാതി നൽകുന്നു. ആ പരാതി പോലീസ് സ്വീകരിച്ച് ആ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. എറണാകുളം വനിതാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ യുവനടിയുടെ പരാതി പോലീസ് കേൾക്കുകയും അത് രേഖപ്പെടുത്തുകയും രഹസ്യമൊഴിയായി വെക്കുകയും ചെയ്തു. അതിന് പിന്നാലെ രഞ്ജിത്ത് ഒളിവിൽ പോകാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കണ്ടു. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് ഇങ്ങനെയൊരു ശ്രമം രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അത് ചെറുത്തു ഈ യുവനടി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് പറഞ്ഞു തീർക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചു എന്നുള്ള അതിഗുരുതരമായ സാഹചര്യം കൂടി വിവരങ്ങളായി ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ രഞ്ജിത്ത് ഒരിക്കൽ കൂടി ഒരു വലിയ ആരോപണത്തിൽപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്യഭാഷാ നടിയോട് വളരെ മോശമായിട്ട് പെരുമാറിയെന്നും. രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല കേട്ടോ അങ്ങനെ കേസ്. ഇതിന് മുന്നേ പലതവണ സമാനമായിട്ടുള്ള പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു പരാതി ഉയർന്നത് കൊണ്ടാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം പോലും രാജിവെക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അന്നത്തെ കാലത്തെ ആരോപണം പാലേരി മാണിക്യം എന്ന അദ്ദേഹം 2009 സംവിധാനം ചെയ്ത ചിത്രത്തിൽ അഭിനയിക്കാമെന്ന ഒരു ബംഗാളി നടിയോട് ഇത്തരത്തിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ആവശ്യപ്പെട്ടെന്നും തുടർന്ന് ചില സ്പർശനങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിലായിരുന്നു പരാതി വന്നിരുന്നത്. പിന്നീട് ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഈ സംഭവം സമൂഹത്തോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു വാലിഡിറ്റി, പൊതുവെ അതിനൊരു അവഗണനയായിരുന്നു നമ്മുടെ സമൂഹമൊക്കെ ചെയ്തിരുന്നത്. മാത്രമല്ല അന്നത്തെ കാലത്ത് അദ്ദേഹം ഇത്തരം പരാതികളെ പലപ്പോഴും രാഷ്ട്രീയ ബന്ധങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അതിന് ഊരിപ്പോരുകയായിരുന്നു. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് രഞ്ജിത്തിന്റെ രാഷ്ട്രീയം ഏതാണെന്നും അദ്ദേഹം ഏതൊരു പക്ഷക്കാരനാണെന്നൊക്കെ നമുക്കെല്ലാവരും അറിയുന്നതാണ്. അത്തരം ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഊരിപ്പോയത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ആദ്യമായിട്ടാണ് എറണാകുളം സെൻട്രൽ പോലീസും ഉദയംപേരൂർ പോലീസും ചേർന്നുള്ള ഒരു സ്പെഷ്യൽ കോഡ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കാം. ഒരു അറസ്റ്റ് വരെ കാര്യങ്ങൾ എത്തുന്നു എന്നാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരാതി മുൻകാലങ്ങളിൽ നടിമാർ പറഞ്ഞതുപോലുള്ള ഒരു പരാതിയല്ല, വളരെ ഗൗരവമുള്ളതും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണെന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയാണ് സിനിമയുടെ ലൊക്കേഷൻ. അവിടെ വെച്ചിട്ട് അദ്ദേഹം വിശ്രമിക്കുന്ന ഒരു വേളയിൽ കാരവനിലേക്ക് ഈ അന്യഭാഷയിലെ യുവനടിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹം അവരെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നും തുടർന്ന് ഈ കുട്ടി ആ കാരവന്റെ അകത്ത് വെച്ച് ബഹളം വെക്കുകയും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്തെന്നും തുടർന്ന് അവർ പുറത്തേക്കിറങ്ങി ഓടിയെന്നുമാണ് പരാതിയിൽ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണോ, ഈ സമയത്ത് ഇത്തരമൊരു സംഗതി നടക്കുമ്പോൾ കാരവന്റെ പുറത്ത് കാവലായിട്ട് നിന്നത് മറ്റൊരു സ്ത്രീ ആയിരുന്നു എന്നുള്ള കാര്യം വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം ഒരു ക്രൂരമായ സംഭവം അകത്ത് നടന്നിട്ടും ഈ സ്ത്രീ, അതായത് പുറത്ത് കാവൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ സ്ത്രീ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും ഈ കുട്ടിയുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കുമോ എന്നുള്ള ഭയം പുറത്ത് കാവലിരിക്കുന്ന സ്ത്രീയിൽ ഉണ്ടായിരുന്നു എന്നാണ് പല ദൃക്സാക്ഷികളും ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത്. തുടർന്ന് ഈ യുവനടി കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ സമീപത്തെത്തുന്നു, പരാതി പറയുന്നു. അങ്ങനെ സ്പെഷ്യൽ കോഡ് അന്വേഷണവും ആരംഭിക്കുകയാണ്. അതിനെ തുടർന്ന് ഈ യുവനടിയുടെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തി. അങ്ങനെ ഈ വിവരം പറഞ്ഞ രഞ്ജിത്ത് അടുത്ത കാലത്തായി മലയാളത്തിൽ പേര് കേട്ട ഒരു നടന്റെ ഇന്നോവ ക്രിസ്റ്റ വണ്ടിയിൽ മുങ്ങാനുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. പോലീസിന്റെ ഒക്കെ കണ്ടുപിടിച്ച് മുങ്ങാനുള്ള ഒരു പരിപാടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷെ പോലീസ് ലൊക്കേഷൻ കൃത്യമായിട്ട് ട്രേസ് ചെയ്തു. അങ്ങനെ തൊടുപുഴയിൽ വെച്ച് ഇദ്ദേഹത്തെ പോലീസ് തടയുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. എന്തായാലും അദ്ദേഹം തെരഞ്ഞെടുത്തത് ഇടുക്കിയുടെ ഏതോ പ്രാന്തപ്രദേശങ്ങളാണ്. പോലീസ് ജീവിതത്തിന് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പോലീസ് ആ പ്ലാനൊക്കെ പാടെ തകർത്ത് ഇവരുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് തൊടുപുഴയിൽ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്തു. ഈ ഒരു പരാതി മാത്രമല്ലല്ലോ, ഒരു ട്രാൻസ്ജെൻഡറിനെ ഇത്തരത്തിൽ രഞ്ജിത്ത് സമീപിച്ചെന്നും പറഞ്ഞിട്ട് ഒരു പരാതി അന്നത്തെ കാലത്ത് രഞ്ജിത്ത് രാജിവെക്കുന്ന, അതായത് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കുന്ന ആ ഒരു സമയത്ത് ഒരു ട്രാൻസ്ജെൻഡറിനെ ഇദ്ദേഹം ഇത്തരത്തിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് എന്തായി എന്ന് അറിയില്ല. വ്യക്തിപരമായിട്ട് ഞാൻ ആലോചിക്കുന്നത്, ഈ പറയുന്ന പരാതികളൊക്കെ കഴമ്പുള്ളതാണെങ്കിൽ 63 വയസ്സായി നിൽക്കുന്ന രഞ്ജിത്ത്
അദ്ദേഹത്തിന്റെ 63-ാം വയസ്സിൽ ഇങ്ങനെയാണെങ്കിൽ ആയ കാലത്ത് അദ്ദേഹം എന്തായിരിക്കുമെന്നാണ് സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. രഞ്ജിത്തിന്റെ ഈ അറസ്റ്റോടെ അദ്ദേഹം മുൻപ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നതോടുകൂടി ഈ അറസ്റ്റിനോട് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചതാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കുക, ഏത് ഉന്നതനാന്തരം നിയമ നടപടി സ്വീകരിക്കുക, അതാണല്ലോ ഗവൺമെന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കുന്നത്. അത് ആരിവിടെ എങ്ങനെയെന്നുള്ള ചോദ്യം ഗവൺമെന്റ് മുമ്പിലില്ല. ഇപ്പം ഈ കാര്യത്തിൽ ഒരു ആക്ഷേപം വന്നിരിക്കുന്നു, അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം തുടരട്ടെ. അന്വേഷണം തുടർന്നതിന് ശേഷം അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ നടപടിക്ക് വിധേയമാകട്ടെ. ആ സ്റ്റാൻഡ് തന്നെ സർക്കാർ. ആരുടെയും സംരക്ഷണം ആർക്കും ഉണ്ടാകും. സാംസ്കാരിക മന്ത്രി പറയുന്നത് ആരുടെ സംരക്ഷണം, അതായത് സർക്കാരിന്റെ ഒരു സംരക്ഷണം രഞ്ജിത്തിന് ഉണ്ടാവില്ല എന്നാണ്. എന്നാൽ സർക്കാർ സ്ത്രീപക്ഷ നിയമ നടപടികൾ എടുത്തതുകൊണ്ടാണോ രഞ്ജിത്ത് അറസ്റ്റ് ആയത്? ഒരിക്കലുമല്ല. കാരണം ഒന്നാമത് രഞ്ജിത്തിന്റെ അറസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടമാണ്. ഈ അവസരത്തിൽ, അതായത് പുതിയൊരു സർക്കാർ വരാൻ തയ്യാറെടുക്കുന്ന ഈ അവസരത്തിൽ നിലവിലെ സർക്കാരിന് പോലീസിന്റെ കാര്യത്തിൽ അത്ര വലിയ പിടി ഉണ്ടാവില്ല. പോലീസിന്റെ മേലുള്ള അത്ര വലിയ സ്വാധീനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ആ അവസരത്തിലാണ് രഞ്ജിത്ത് അറസ്റ്റ് ആയത്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് ഒട്ടും മര്യാദയില്ലാത്തൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. അദ്ദേഹം ഇപ്പൊ പറയുന്നത് ആർക്കും സംരക്ഷണം കൊടുക്കില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ മുൻപ് ഒരു വിവാദം ഉണ്ടായപ്പോൾ എത്തരത്തിലായിരുന്നു ഇദ്ദേഹം രഞ്ജിത്തിനെ കുറിച്ച് പരാമർശനം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ തെളിവോടെയുള്ള ഒരു കാര്യം തന്നെയാണ്. അന്നത്തെ കാലത്ത് ഏത് രീതിയിലായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി രഞ്ജിത്തിനെതിരെ പ്രതികരിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മുമ്പ് രഞ്ജിത്ത് എന്ന സംവിധായകൻ സംസ്ഥാന സർക്കാർ ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ ശക്തമായിട്ട് ഇടപെടൽ നടത്തി എന്ന പേരിൽ ഒരു വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നേരത്തെ ഈ പറഞ്ഞ സജി ചെറിയാൻ എന്ന മന്ത്രി എന്താണ് രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞതെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ചാൽ അദ്ദേഹം ഇപ്പം പറയുന്നതിന്റെ നേരെ ഘടകവിരുദ്ധമായ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുക. അന്നത്തെ കാലത്ത്, അതായത് പോലീസിന് മേൽ സർക്കാരിന് കൃത്യമായിട്ട് പിടിയുണ്ടായിരുന്ന അന്നത്തെ കാലത്ത് രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇതേ സർക്കാർ എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഇപ്പോഴത്തെ രഞ്ജിത്തിന്റെ ഈ അറസ്റ്റ് സ്ത്രീ സമൂഹത്തോടുള്ള ഐക്യപ്പെടൽ കൊണ്ട് മാത്രം ഉണ്ടായ സംഗതിയൊന്നുമല്ല. അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം വേണ്ട രീതിയിൽ പോലീസിന്റെ മേൽ ഇല്ലാതിരിക്കുന്ന ഈ ഒരു സമയമായതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നാണ് സാധാരണക്കാർക്കുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. എന്തായാലും ചലച്ചിത്ര അവാർഡിന്റെ വിവാദ സമയത്ത് രഞ്ജിത്തിനെ കുറിച്ച് അദ്ദേഹം എന്താണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ എത്തരത്തിലാണ് രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്തിന് ഒരു റോളുമില്ല. കാരണം ഈ ജൂറിയിലെ അംഗമല്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഒരാളുമായി സംസാരിക്കാൻ പോലും കഴിയില്ല. അദ്ദേഹമല്ല ജൂറി സെലക്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങളിലൂടെയാണ് ജൂറി സെലക്ട് ചെയ്യുന്നത്. ഒരിക്കലും ഇടപെടാൻ പറ്റില്ല. തെളിവുണ്ടെങ്കിൽ ഹാജരാക്കി നമുക്ക് നോക്കാം. എന്താ തെളിവെന്ന് എനിക്കറിയില്ല. അതൊക്കെ ചുമ്മാ അടിച്ചുവിടുക. ഇതിനകത്ത് ഒരു റോളുമുള്ള കാര്യമല്ല. ഇങ്ങനെ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട പ്രശ്നമാണ്. അവാർഡ് നിർണയ സമിതിയാണ് ഉത്തരവാദിത്വം. അവരുടെ അവാർഡ് സംബന്ധിച്ചിടത്തോളം അവര് ഡിക്ലെയർ ചെയ്ത് അത് അവതരിപ്പിക്കേണ്ട നിമിഷമാണ് എന്നെ തരുന്നത്. അത് ഞാൻ പൊട്ടിച്ച് അവിടെ ഇതാണ് അല്ല അന്വേഷിക്കേണ്ട കാര്യം. തെളിവെന്തോ എന്റെ ഇതൊന്നും അന്വേഷണം അതൊക്കെ ജൂറിയുടെ മുമ്പിൽ പോയ വിഷയമല്ല. അത് കഴിഞ്ഞിട്ട് ഇനി അതിനെപ്പറ്റി തെളിവുണ്ടെന്നാണ് പറയുന്നത്. തെളിവുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് നമുക്ക് നീങ്ങാവില്ല. ആർക്കാ പ്രത്യേകം ഞങ്ങളതിൽ അന്വേഷിക്കുന്നത്. ഞാൻ അങ്ങനെ ആർക്കെല്ലാം ഇതിനായി തന്നെ ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹം പറയുന്നത് അന്നത്തെ കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നു 2022 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, 2022 അല്ലെങ്കിൽ 2023 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, രഞ്ജിത്ത് അവാർഡ് നിർണയത്തിൽ ശക്തമായിട്ട് ഇടപെട്ടു എന്നുള്ളത് തെളിവ് സഹിതം തെളിഞ്ഞൊരു കാര്യമാണ്. അത്തരം ഗുരുതരമായിട്ടുള്ള ഒരു സംഗതി നടന്നിട്ട് പോലും, തെളിവുണ്ടായിട്ട് പോലും സർക്കാരും മന്ത്രിയും അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതേ സർക്കാർ ഈ ഒരു അവസരത്തിൽ, ഇത്ര ഗുരുതരമായ ഒരു ആരോപണമുള്ള ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, വേണ്ടത്ര ഒരു സ്വാധീനം പോലീസിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ കേസ് ഉണ്ടാവില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ രഞ്ജിത്തിന് ഒളിവിൽ പോകാനുള്ള ഒരു സമയം എന്തായാലും ലഭിക്കുമായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് സിനിമാ മേഖലയിൽ നിന്ന് ഇതിനോടകം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെ മലയാള സിനിമയ്ക്ക് തന്നെയാണ് ടോട്ടലി ഒരു നാണക്കേടുണ്ടാക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവർ വിട്ടയക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.